ഇതെന്നെ ചിരിക്കണേ? കാര്യം മനസ്സിലായത്? ചിരിക്കണേ. ഹലോ ഫെയറീസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ പനിയൊക്കെ ആയിട്ട് കുറേ ദിവസം ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു കേട്ടോ. പനിയും എനിക്കും കുട്ടികൾക്കൊക്കെ പനിയായിരുന്നു. ചൂടുകൊണ്ട് വോളിയം. അപ്പോൾ അങ്ങനെ പനി ഇപ്പോൾ കുറച്ച് മാറ്റം കിട്ടാ, കുറച്ചൊക്കെ ആക്കായാണ്. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ പനിയൊക്കെ വന്ന് നല്ലോണം ക്ഷീണിച്ചിരുന്നു കേട്ടോ. ഹസ്ബൻഡ് നോക്കുകയാണ് ഇത് ആരോടാണ് വെച്ച് സംസാരിക്കണമെന്ന്. ഹസുവിൻ്റെ മുഖത്ത് ഇതാ ഇവിടെ ഉബാബായി ഇല്ല. കട്ടിൽമ കുത്തിപ്പോയില്ലേ? എവിടെ ഉബാബായത്? ഹസ്മോൻ ആലോചനയില്ല. ആലോചന കഴിഞ്ഞ അതുമോ കിടന്നുപോയി. വാവാ പറഞ്ഞത് ആ പറഞ്ഞേക്കാം. ഇല്ലല്ല ആ പറഞ്ഞേക്കാം. ഇന്ന് ഫോണിലാണ് ഗൈസ്. ദിനുവിൻ്റെ ടീച്ചർ അത് കാണുന്നുണ്ടെങ്കിൽ ടീച്ചറെ കോൾ ചെയ്തിട്ട് ഒന്ന് ചീത്ത പറയണേ. ടീച്ചർ കാണും, നോക്കിക്കോ. മിസ് കാണും, ഉറപ്പാ. മിസ് വിളിക്കും കേട്ട്. എന്താ മുഹമ്മദ് ദിയാൻ, ഫുൾ ടൈം ഫോണിലാണോ നോക്കോ? പഠിക്കാറൊന്നും ഇല്ലേ? അപ്പൊ ഫോൺ അവിടെ വെച്ചാണ്ട് വാ. കാക്കൂന് ഒറ്റ കൊടുക്കണം അല്ലേ? ഒരൊറ്റ കൊടുക്ക് കാക്കൂന്, ഒരൊറ്റ കൊടുക്ക്. ശരിയല്ലേ? ഒരൊറ്റ കൊടുത്താ മതി. ഫോണ് കളിച്ചേര്. അവിടെ കാക്കു ഒറ്റ കൊടുക്കാന്. എന്നാടാ അതിന് നഖം വെട്ടണ്ട നമ്മള്? നഖം വെട്ടണ്ടേ? നമ്മൾ പോയി നഖം വെട്ടാം. അല്ല മെച്ച് വെട്ടിത്തരാം. അതിനൊരു പാട്ട് പാടിയ, ഒരു പാട്ട് പാടിയ, അറിയണ പാട്ട് പാടിയാ പാട്. എല്ലാരും കേക്കട്ടെ നീ എൻ്റെ പാട്ട്. ഏതെങ്കിലും ഒരു പാട്ട് പാടി. അതുവിന് പാടി കൊടുത്തോ? ഞാൻ ഇതില് ആഡ് ചെയ്യില്ല വീഡിയോയില്. അതിന് വേണ്ടിട്ടല്ല, അതുവിന് പാടി കൊടുക്കാനാ. അതുവിന് പഠിപ്പിച്ചു കൊടുക്കാനാ. മറന്നുപോയാ? Open your mouth. Open your mouth. You tingle tingle. കാക്കൂന്റെ ഇടാൻ കഴിഞ്ഞിട്ട് ഇതാക്കാന് കട്ട് ചെയ്യാന്. Clapping. Dino, clap. Come on, Dino. You can do. This is big part. This is big action. With the action, eh? This is big. This is small. DT. One more.
I can do. I can do. Yes, I Can. can. അയ്യോ, ഇത് ചൂട്. അപ്പൊ എനിക്കൊന്നും വെച്ചാൽ തന്നെയില്ലേ ആ, come. അത് ആവ് ഉറങ്ങാൻ പോവാ അല്ലേ അത് അല്ലേ ഇതെന്താണിത് ആ ഫയറല്ലേ ആ പയറാണ് ഇത് മമ്മ കൊടുത്തതാ ഉണങ്ങിയ പയറ് അല്ലേ ഒരു കഷ്ണം കടിച്ചു പയറ് അല്ലേ ഉറങ്ങിക്കോ മാവ് ഉറങ്ങിക്കോ കേട്ടോ അതില് കുരുണ്ടോ കുരു ഉണ്ടോന്ന് അറിയില്ല കുരുല്ലാത്ത ഉണങ്ങി ആ കുരു ഇത് അവിടെ ഉണ്ട് എന്ത് തള്ളിയില് കുരു കുടുങ്ങിയാ അടിച്ചോനെ കടിക്കുവോ അമ്മച്ചിനെ ഇവിടെ പല്ലുണ്ട് അച്ചോനിട്ടാ അതൊരു പല്ലിട്ട് 4 എണ്ണോ ആ 5 പല്ലുണ്ട് അതിന് അതിപ്പോ കഞ്ഞിയൊക്കെ കുടിച്ചില്ലേ അത് കഞ്ഞി കുടിച്ചില്ലേ കഞ്ഞി കുടിച്ച് വാവു ഇറങ്ങാൻ പോവാണ് അതിന് വായിലുണ്ട് ട്ടാ മക്കളെ എന്റെ കൈ കടിക്കേ അക്കുവിന്റെ കൈ കടിക്കേ അടിവലി തൊള്ളയിടാന് സമ്മതിക്കുന്നില്ല ഇല്ലടാ ഒന്നുമില്ല വെള്ളയിലൊന്നുമില്ല ഇല്ല ഇതാ അതിന് കൊടുക്ക അതിന് കൊടുക്ക് അല്ലല്ല നീച്ചാ അല്ല തോന്നുന്നുണ്ട് 1 2 3 വയറുണ്ടാവും മനുഷ്യനാ പറയോ പച്ചക്കൊക്കെ വയറ് എടുത്ത് പച്ചക്ക് വയറുന്നല്ലേ വയറില്ല മനുഷ്യന് ഇങ്ങനെയല്ല തിന്നല് മനുഷ്യന് പയറ് വേവിച്ചാണ്ടാ തിന്നല് കഴിച്ചത് ഇതാണ് എനിക്ക് അങ്ങനെ തിന്നത് പച്ചക്ക് തിന്നത് ഇതെന്നെ ചിരിക്കണേ കാര്യം മനസ്സിലായാല് ഇതെന്തിനാണ് ചിരിക്കണേ എന്താ ഈ പയറ് ഫുള്ള് കഴിച്ചാ കാക്കേ കഴിച്ചോ ഈ പയറ് അതിൻ്റെ ഉള്ളിൽ സ്പോഞ്ച് ഉണ്ട് കേട്ടോ എന്താ നമ്മള് പറയാ ഒന്നും പറയണ്ട അതെന്താ അങ്ങനെ ഒരു വർത്താനോ ചെന്ന് ഇന്റെ സൈഡിൽ ഒളിച്ചിക്കണത് അതിന്റെ സൗന്ദര്യം ഒന്ന് എല്ലാരും കാണട്ടെ അത് പറയുമ്പോ എന്താ ഇത്ര വലിയ കുറവാട്ടാന് എന്താ ഗൈസ് സുന്ദര നമ്മളെ കൊറിയൻ സുന്ദരൻ അത് നോക്കിക്കാണ് ഇവർക്ക് എന്താ കാട്ടണെന്ന് ഇവർക്ക് ഉമ്മാക്കും മോർക്ക് പണി വേദാതാക്കി അടി കിട്ടുട്ടോ കാക്കുവാ ആണ്ടെനിക്ക് പറ കാക്കു ഒളിച്ചിക്കണ് ഗൈസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ് പണിയൊക്കെ കഴിഞ്ഞു വെച്ചാൽ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഹസ്മോനെ ഉറങ്ങണം ഹസ്മോന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ലോളിച്ചിരുന്നു അപ്പം ഞാൻ വേഗം കഞ്ഞിയൊക്കെ കൊടുത്ത് കഞ്ഞി കുടിച്ചു കഴിഞ്ഞപ്പോൾ അവനക്ക് ഉറക്കില്ല പോലും കണ്ടോ ഉറക്കില്ല കളി അതിന്റെ തള്ളിയല്ലേ ദിനോ
അപ്പോൾ അത് ഉറങ്ങിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ വരാം അല്ലേ. അങ്ങനെ ഹസ്മോൻ ഉറങ്ങിയിട്ടാ. അപ്പം ഉറങ്ങിയ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു എനിക്ക് കഴിയണ പോലെ കുറച്ച് പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പണിയിലാണ് കേട്ടോ. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഒരു 20 മിനിറ്റൊക്കെ ഉറങ്ങുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ വേണം മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യാൻ. ചായ അടിച്ച പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. ഇത് ഉമ്മാൻ്റെ ചിരട്ടക്കൈയിലാണ് കേട്ടോ. അമ്മക്ക് ഈ ചിരട്ടക്കൈയിൽ തന്നെ വേണം അമ്മക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. കുറേ കാലമായിട്ട് നമ്മൾ ചിരട്ടക്കൈയിൽ തന്നെ യൂസ് ചെയ്യല് കേട്ടോ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പായസം അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ ചിരട്ടക്കൈയിലാണ് യൂസ് ചെയ്യുക. പിന്നെ എൻ്റെ മാക്സി എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ലൂസാട്ടോ. ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല. പെരുന്നാൾക്ക് വാങ്ങിയ മാക്സിയാണ്. ഉമ്മക്ക് വാങ്ങിയ മാക്സി ആയിരുന്നു. അപ്പോൾ ഇമ്മക്ക് ഇതിട്ടപ്പോൾ ഹാഫ് സ്ലീവ് ആയത് കാരണം ഉമ്മക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മാക്സി ഞാൻ കൊടുത്തു, എനിക്ക് പെരുന്നാൾക്ക് എടുത്തത്. എന്നിട്ട് ഞാനിത് എടുത്തിട്ടാണ്. അപ്പോൾ ഓൾട്ടർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ മെഷീൻ ഉണ്ട്. പക്ഷേ മെഷീന് നാട്ടിൽ ഇവിടെ അല്ല, മെഷീന് എറണാകുളത്ത് ആയത് കാരണം ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് ഓൾട്ടർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഇട്ട് നടക്കുകയാണ് കേട്ടോ. അതാണ് ഈ ഒരു ലുക്ക്. അങ്ങനെ വാഷ് ചെയ്യാനുള്ളതൊക്കെ മെഷീനിലിട്ടു. കുറച്ചുള്ളായിരുന്നു കേട്ടോ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് മിറർ കേട്ടോ, നമ്മളെ വാഷ് ബേസിൻ്റെ ഏരിയയിലുള്ള മിററാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 6 വർഷമായിട്ടോ 5 വർഷം മുൻപ് ഞാൻ ഉണ്ടാക്കിയ ഒരു മിററാണ് കേട്ടോ. ഈ ഗ്ലാസ്സൊക്കെ ഗ്ലാസ് കട്ട് ചെയ്യുന്ന കടയിൽ പോയിട്ട് ഈ ഗ്ലാസ്സസിൻ്റെ പീസസൊക്കെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ വലിയ മിറർ ഹസ്ബൻഡ് വാങ്ങി തന്നതായിരുന്നു കേട്ടോ. ഗ്ലാസ് കട്ട് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് തന്നെ ഇതുപോലെ റൗണ്ടിൽ ഇങ്ങനെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ട് അന്ന് എന്തോ 250 രൂപയ്ക്കോ അങ്ങനെ എന്തോ എടുത്തതായിരുന്നു. പിന്നെ ചെറിയ ചെറിയ പീസ് ഗ്ലാസ്സസ് ഫ്രീ ആയിട്ട് തന്നതായിരുന്നു കേട്ടോ. അത് ഞാനായിരുന്നു വാങ്ങിയത് ഒരുപാട് മുൻപ്. ഇതുപോലെ എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയപ്പോൾ ആ പീസസ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫ്രീ ആയിട്ട് കട്ട് ചെയ്ത് തന്നിട്ടാ. അങ്ങനെ 6 വർഷമായിട്ട് ഉള്ള ഒരു മിററാണ്, ഞാൻ ഉണ്ടാക്കിയ മിററാട്ടാ. ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല ഗ്ലൂ ഒട്ടിച്ചത് കാരണം, നല്ല ഗ്ലൂ ആയതുകൊണ്ടായിരിക്കും വാഷ് ചെയ്തിട്ടൊന്നും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പണിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ചായ കുടിക്കാമെന്ന് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചായ കുടിയാണ് കേട്ടോ, ബ്രഞ്ചാണ്. അപ്പോൾ മോനെ എണീക്കണ മുൻപ് ബ്രഞ്ച് കഴിക്കുകയാണ്. എന്നാലും ആ കഴിക്കണ ഇടയിൽ ഒന്ന് നീച്ചിട്ടാ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഉറങ്ങുള്ളൂ. അപ്പോഴേക്ക് നീച്ച് നമ്മൾ അജ്മോ നീച്ചിട്ടാ. ഇത്ര ഉറങ്ങുള്ളൂ, കുറച്ച് ഉറങ്ങുള്ളൂ. അറിയോ ഉണ്ടാക്കാന്? നോക്കട്ടെ എന്നാല്. കൊറേ ഉണ്ടാക്കി പഠിച്ചു. എടാ ടാപ്പ് അല്ല, ആ കൊള്ളി കുത്തി കൊടുത്താ മതി. ആ കൊള്ളിയേ കുത്തിയാ നിക്കോ? അമർത്തിയാണ് കുത്തിയാ മതി. നല്ലോണം അമർത്ത്. കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചാല് ഈ ഇത് മൊച്ചിങ്ങ ഉരുളുമ്പോ വണ്ടി ഇങ്ങനെ പോവും. അനക്കത് ഓൻക്കത് എനിക്ക് മരം കയറാൻ അറിയാട്ടാ. മരം കയറാനും അറിയാം. ആ കൊമ്പ് ഇങ്ങോട്ട് കുടിച്ച് താത്തിയാ പോരെ? കുടിച്ച് താത്ത് കൊമ്പ്. എന്നിട്ട് ഇലൊക്കെ എടുത്ത് വലിയ ഇല വേണം. വലിയതാ. പോയി വിചാരിച്ചാ കുട്ടിനെ ഒട്ടക്കെട്ട് പോയി വിചാരിച്ചാ വച്ചോനെ.
കാക്കൂടെ കാക്കൂടെ കക്കുവ കിട്ടിയില്ല, 2 മതി കക്കുവ. പറഞ്ഞല്ലേ പൊട്ടിയത് മുറിഞ്ഞത് എല്ലാം ഉണ്ട്. ഇത് എങ്ങോട്ടാ വരാറുണ്ട് കൊടുക്കല്ലേ? കൊടുക്കാൻ നല്ല പാടാണ്. കൊച്ചിങ്ങ വണ്ടി അവിടെ നിന്ന് പതുക്കെ ഉരുത്തിയ ഉരുട്ട്. എന്റെ ഉരുക്കാൻ കഴിയില്ല. നല്ല കൊച്ചിങ്ങാണ്ട് കുടിക്കാം. അതാ ഉരുണ്ട് പോണതാ. ഇതാണ് ഇതിന്റെ ഡ്രൈവർ. അതിനിടയിൽ ഹസ്മോന് റൂമിൽ വന്നാണ്ട് പപ്പടം കഴിച്ചിട്ട് അവിടെയൊക്കെ പൊടിച്ചിട്ട് കേട്ടോ അതടിച്ച് വാരുകയാണ്. ഇമ്മിൻ്റെനും ചോറ് തന്നിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ ഇവനെ നോക്കിയിരിക്കേനി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ പപ്പടം കൊടുത്തപ്പോൾ ആ പപ്പടം റൂമിൽ വന്നിരുന്നിട്ട് കഴിച്ചു. അപ്പോൾ അത് അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ. എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ സമ്മറല്ലേ, അപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൻ്റേതായ അസുഖങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര ചൂടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കണ്ടോ, പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ കാട് പോലെയൊക്കെ തോന്നും. അത് ഇവിടുന്ന് കിട്ടുന്ന ഒരു പ്രത്യേക വ്യൂ ആണ് കേട്ടോ. കാടൊന്നല്ല, ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അവിടെ ഫുള്ള് ഇങ്ങനെ മരങ്ങളും ഇതുപോലെ ഉണങ്ങിയ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കാട് പോലെ ഇങ്ങനെ തോന്നും. കാണാൻ നല്ല രസമാണ് കേട്ടോ. രാവിലെ നീച്ചാൽ ഈ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കുന്നതിനിടയിൽ എനിക്ക് ഓർമ്മ വന്നൊരു സംഭവമാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഇതെന്താ സംഭവിച്ചാലും ഈ 2 കിഴിയിലുള്ളത് ഓൾഡ് കോയിൻസാണ് കേട്ടോ. ഹസ്ബൻഡ് കുറേ മുൻപേ എടുത്ത് വെച്ച ഓൾഡ് കോയിൻസാണ്. അപ്പോൾ അത് മോന് സ്കൂളിലേക്ക്, മക്കൾക്ക് സ്കൂളിലേക്ക് യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ്, എക്സിബിഷൻസിനൊക്കെ. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ടാറ്റ പറഞ്ഞോളാം. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ. അവിടല്ല ഈ സൈഡില് അത് പറഞ്ഞാണ്ട് കൂട്ട്. അപ്പൊ ഈ വീഡിയോ പറയേ.